ഹലോ വെൽക്കം ബാക്ക് ടു edu.com. നമ്മൾ ഇന്ന് edu.comൻ്റെ പുതിയൊരു ക്ലാസ്സിലാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ തേർഡ് പാർട്ടാണ്. സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന കവിതയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 1-2 പ്രവർത്തനങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതും കൂടി പൂർത്തിയാക്കിയതിന് ശേഷമേ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ എന്നുള്ള പാഠഭാഗത്തോട്ട് കയറുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? എല്ലാവർക്കും എ വാം വെൽക്കം ടു edu.com. നമ്മുടെ ക്ലാസ്സുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ പാർട്ടിൽ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഒരു വർക്ക് ചെയ്തിരുന്നു അല്ലേ? ലാസ്റ്റായിട്ട് കവിതയിലെ കിലുക്കങ്ങൾ കണ്ടെത്തുക എന്നുള്ള വർക്ക് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ടീച്ചർ ഒരു വായ്ത്താരി പറഞ്ഞിരുന്നു. തകധിം എന്ന് പറയുന്ന ഒരു വായ്ത്താരിക്കനുസരിച്ചുള്ള വാക്കുകൾ, പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്താനുള്ള ഒരു വർക്ക് തന്നിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അത് എങ്ങനെയാണെന്ന് കണ്ടെത്തേണ്ടത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അക്ഷരങ്ങൾ എണ്ണി നോക്കിയാലും നമുക്കത് കിട്ടുമല്ലേ? തകധിം എന്നുള്ളതിന് 4 അക്ഷരങ്ങളാണ്. അപ്പോൾ 4 അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ കണ്ടെത്തിയാലും നമുക്ക് ആ ഒരു താളത്തിനനുസരിച്ച് ഉള്ള വാക്കുകൾ കിട്ടുമായിരുന്നു അല്ലേ? ഇവിടെ ടീച്ചർ അത്തരത്തിലുള്ള വാക്കുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കവിത പോലെ ചൊല്ലിത്തരട്ടെ. ഇടനേരം പലഹാരം കണി കാണും ചിലരെല്ലാം, അതുനേരം പെരുവെള്ളം തിര തല്ലും തകധിം. മഴയല്ലോ തുണിയെല്ലാം നനയുന്നു കുതിരുന്നു, പെരുവെള്ളം ചെളിവെള്ളം നിറയുന്നോ കവിയുന്നോ. കളിയാടാൻ വരുമോ നീ മയിലമ്മേ മടിയാതെ, കൊതിയൂറും പഴമുണ്ടേ അതു തിന്നാം തകധിം. കിട്ടുന്നുണ്ടോ? ആ താളം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ തകധിം എന്ന് പറയുന്ന അങ്ങനെയുള്ള വായ്ത്താരികൾക്കനുസരിച്ചുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്ത ഒരു കവിത. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാർക്ക് വായ്ത്താരികൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതേ താളത്തിലുള്ള വരികളൊക്കെ കണ്ടെത്താൻ പറഞ്ഞാൽ ഇനി കണ്ടെത്തുമല്ലോ. ഇതേ താളത്തിൽ കിട്ടുന്ന മറ്റൊരു വാക്ക് ഇവിടെ എഴുതാൻ പോവുകയാണ്. ഏതാണ്? പുതുപൂക്കൾ അല്ലേ? ഈ പുതുപൂക്കൾ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ നേരത്തെ പഠിച്ച തകധിം എന്ന് പറയുന്ന ആ ഒരു വായ്ത്താരിയുമായിട്ട് എന്തെങ്കിലും സാമ്യതയുണ്ടോ? ഉണ്ടല്ലേ? പുതുപൂക്കൾ നമ്മൾ മുന്നേ പഠിച്ചത് തകധിം അല്ലേ? അപ്പോൾ പുതുപൂക്കൾ തകധിം രണ്ടും തമ്മിൽ നല്ല താളം ഉണ്ട് അല്ലേ? രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു സാമ്യതയുണ്ട്. അപ്പോൾ ഈ പുതുപൂക്കൾ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചു തകധിം എത്ര അക്ഷരങ്ങളാണ്? 4 അക്ഷരങ്ങളാണ്. പക്ഷേ ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 5 ആണോ 4 ആണോ അതോ 6 ആണോ? ഒന്ന് പറഞ്ഞേ, എല്ലാവരും നോക്കി പറഞ്ഞേ. ചിലർ 5 പറയുന്നുണ്ടാവും, ചിലർ 6 പറയുന്നുണ്ടാവും, ചിലർ 4 പറയുന്നുണ്ടാവും അല്ലേ? നമുക്ക് നോക്കിയാലോ. 1 2 3 4. ഓക്കെ, അപ്പോൾ 4 അക്ഷരം എണ്ണിയല്ലേ? അപ്പോൾ അവിടെ വേറൊരു അക്ഷരം കൂടി ഉണ്ടല്ലോ. അതെന്താ ടീച്ചർ എണ്ണാഞ്ഞേ? ടീച്ചർ മറന്നുപോയോ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഇതെങ്ങനെയാണ് കണ്ടെത്തിയെന്നറിയാമോ? ഈ വാക്കിൽ 4 അക്ഷരമേ ഉള്ളൂ. എന്നത് ഖ എന്ന അക്ഷരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അക്ഷരമാണ്. ഓക്കെ, അപ്പോൾ ഖ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ശബ്ദം എന്താണ്? ഖ ആ അല്ലേ? ആയാണ് അല്ലേ? അപ്പോൾ എന്ന് പറയുമ്പോഴോ വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ? എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു ഇത് അവസാനത്തെ ശബ്ദം പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അതിൽ സ്വരശബ്ദം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനാക്ഷരങ്ങളെ അല്ലെങ്കിൽ വ്യഞ്ജനങ്ങളെയാണ് എന്ത് വിളിക്കുക? ചില്ലക്ഷരങ്ങൾ എന്ന് വിളിക്കുക. ചില്ലക്ഷരങ്ങൾ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന സ്വരസഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങൾ അല്ലേ? ഇനി വ്യഞ്ജനാക്ഷരങ്ങളാണെങ്കിലോ കാ മുതൽ ഹ വരെയുള്ള അല്ലേ? കാക്ക ഗംഗ എന്ന് തുടങ്ങുന്ന ആ അക്ഷരങ്ങൾ. ഇപ്പോൾ കൂട്ടുകാർ പുതിയൊരു ടേം പഠിച്ചല്ലോ. അതേതാണ്? ചില്ലക്ഷരങ്ങൾ. അതെ, ചില്ലക്ഷരങ്ങൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ചില്ലക്ഷരങ്ങളെന്ന്. ചില്ലക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരസഹായം കൂടാതെ ഒറ്റക്കുച്ചരിക്കാൻ പറ്റുന്ന അക്ഷരങ്ങളെയാണ് ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇവ മറ്റ് അക്ഷരങ്ങളുമായി ചേരുമ്പോൾ മാത്രമേ ഇവർക്ക് എന്ത് കിട്ടുള്ളൂ? പൂർണ്ണമായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാവുള്ളൂ. മലയാളത്തിൽ 5 ചില്ലക്ഷരങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? എല്ലാവരും നമ്മുടെ നാവിൻ്റെ തുമ്പ് നമ്മുടെ മുകൾ ഭാഗത്ത്, പല്ലിൻ്റെ മുകൾ ഏരിയയിലുള്ള ആ ഭാഗത്ത് തട്ടിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇപ്പോൾ കൂട്ടുകാർക്ക് ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പിടികിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ചില്ലക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ, ചില്ലക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്യങ്ങൾ എന്നിവയെല്ലാം നിർമ്മിച്ച് നോക്കിയാലോ. എല്ലാവരും നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി ചില്ലക്ഷരങ്ങൾ എന്ന് എഴുതുക. എന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് പെറുക്കി എഴുതുക. എന്നിട്ട് അതിനുശേഷം ആ വാക്കുകളും വാക്യങ്ങളും എല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതാൻ ശ്രമിക്കണേ. ടീച്ചർ ഇവിടെ നിങ്ങൾക്കായി കുറച്ച് വാക്കുകൾ കണ്ടെത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയാലോ. വെൺ മീൻസ് വെളുത്ത നിറം. ആൺകുട്ടി.
പെൺകുട്ടി. കോൺ എന്ന് പറഞ്ഞാൽ ഗണിതപരമായിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ 2 വരകൾക്കിടയിലുള്ള അളവ് സൂചിപ്പിക്കുന്ന ഒരു വാക്ക്. വിൺ ആകാശം. അടുത്തതായി വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ അവൻ, എൻ, തേൻ, മകൻ. അടുത്തതായി വെച്ച് തുടങ്ങുന്ന വാക്കുകൾ ചാർമിനാർ, ഇന്ത്യയിലെ ഒരു വലിയ കെട്ടിടമാണ്. പോർക്കളം, യുദ്ധക്കളം. മാർഗം, വഴി. ആർക്കെല്ലാം അല്ലെങ്കിൽ ആർക്കൊക്കെ. നമ്മൾ നോക്കുന്നത് വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ്. വാൽ, കൽ, അൽ, ചൊൽ. വാൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ വാല്. കൽ, ചെറിയ കല്ല്. അൽ, അല്പം. ചൊൽ, ചൊൽക, പറയുക എന്നൊക്കെ അർത്ഥം വരും. അവസാനമായി വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ് ആളുകൾ, ഉൾവശം, മുള്ള്, മുൾച്ചെടി, അവൾ. കൂട്ടുകാർക്ക് ചില്ലക്ഷരങ്ങളും അവ വരുന്ന വാക്കുകളും എല്ലാം മനസ്സിലായല്ലോ. ഇനി കൂട്ടുകാരുടെ നോട്ട് പുസ്തകത്തിൽ ബാക്കിയുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ. ഇനി നമുക്ക് ചില്ലക്ഷരങ്ങൾ ഉപയോഗിച്ച വാക്യങ്ങൾ പരിചയപ്പെട്ടാലോ. സൂര്യൻ കിഴക്കുദിച്ചു. കുട്ടികൾ മൈതാനത്ത് കളിക്കുന്നു. കാർമേഘം മൂലം മഴ പെയ്യാൻ തുടങ്ങി. അവൾ പുസ്തകം വായിക്കുന്നു. അവളുടെ കൺപീലി നനഞ്ഞിരുന്നു. കാർമേഘം ആകാശത്ത് ഇരുണ്ടുകൂടി. അവർ ബസ്സിൽ യാത്ര ചെയ്തു. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ചായ കുടിക്കാൻ നല്ല ചൂടുണ്ട്. അവൻ കടയിലേക്ക് നടന്നു. ഇത്തരത്തിലുള്ള വാക്യങ്ങൾ കണ്ടെത്തി അതും കൂട്ടുകാർ നോട്ട് പുസ്തകത്തിൽ കുറിക്കണേ. കൂട്ടുകാരെ, അടുത്തതായി മുന്നറിയിപ്പ് എന്ന ഈ കവിതയെ നമുക്കൊന്ന് ഗദ്യരൂപത്തിലാക്കി നോക്കാം. എങ്ങനെയാണ് ഗദ്യരൂപം തയ്യാറാക്കേണ്ടതെന്ന് കൂട്ടുകാർക്കറിയാമോ? പദ്യം ഗദ്യമാക്കി മാറ്റുക. അതായത് കവിത എന്താക്കി മാറ്റുക? വാക്കുകൾ പറയുന്ന രൂപത്തിലാക്കി മാറ്റിയാൽ മതി. ഇതൊന്ന് ഗദ്യരൂപത്തിലാക്കിയതിൻ്റെ ചെറിയൊരു വിവരണം ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ മുന്നറിയിപ്പ് എന്ന കവിതയിലെ ചെറിയൊരു ഭാഗമാണ്. ഈ കവിതയിലൂടെ അദ്ദേഹം നമുക്കൊരു പ്രധാന കാര്യം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണണമെന്ന് വിചാരിച്ചു പോകും. പക്ഷേ അവിടെ ചെന്നാൽ നമ്മൾ വിചാരിച്ചെല്ലാം കാണണം കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ കാണുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. കടലുകൾ കാണാൻ പോയാൽ അവിടെ നിറയെ തിരമാലകൾ മാത്രമേ കാണാൻ കഴിഞ്ഞെന്ന് വരൂ. അതുപോലെ കപ്പൽ കാണാൻ പോയാൽ ഒരു വലിയ മണിമേട കണ്ടെന്നും വരാം. കാടുകൾ കാണാൻ പോകുമ്പോൾ അവിടെ നിറയെ മരങ്ങൾ കാണും. പക്ഷേ ഒരു വാരിക്കുഴി കാണാൻ പോയാലോ ഒരു വലിയ കിണർ കണ്ടെന്ന് വരാം. അതുകൊണ്ട് കാഴ്ചകൾ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്നതെല്ലാം അവിടെ ചെന്നാൽ കാണാൻ കഴിയണമെന്നില്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം. ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയെന്ന് കൂട്ടുകാർ കണ്ടല്ലോ. നമ്മുടെ കവിതയിലെ വരിയിൽ കണ്ടതു നീള തിരമാല എന്നാണ്. ഗദ്യത്തിൽ നാം എങ്ങനെ പറയും? കണ്ടത് തിരമാലയാണ്, തിരമാല മാത്രം എന്നെല്ലാം നമുക്ക് പറയാം അല്ലേ? കാണാൻ ചെന്നു വാരിക്കുഴി എന്നാണോ പറയുക? അല്ലല്ലേ, ഞാൻ വാരിക്കുഴി കാണാൻ ചെന്നു, ഞാൻ അവിടെ ചെന്നു. ഒരു വാരിക്കുഴി കാണാൻ ഞാൻ അവിടെ ചെന്നത് വാരിക്കുഴി കാണാനാണ് എന്നൊക്കെ മറ്റൊരു രൂപത്തിൽ മാറ്റാൻ വരുത്താൻ നമുക്ക് കഴിയണം. കണ്ടത് കൂറ്റൻ കിണറല്ലോ എന്ന വരി ഗദ്യത്തിൽ എഴുതുമ്പോൾ കിണറല്ലേ എന്ന് എഴുതേണ്ടതുണ്ടോ? അല്ലെങ്കിൽ കിണറല്ലോ എന്ന് എഴുതേണ്ടതുണ്ടോ? വേണ്ട അല്ലേ, കിണറാണ് കണ്ടത് എന്ന് മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ ഗദ്യത്തിൽ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പദ്യത്തിൽ ഉപയോഗിച്ച അതേ ക്രമത്തിൽ എഴുതാൻ പാടില്ല അല്ലേ? വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. പദ്യത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഗദ്യത്തിൽ പ്രയോഗിച്ചാൽ എന്തുണ്ടാവും? ഒരു രസം ഉണ്ടാവില്ല അല്ലേ? ചില വാക്കുകൾക്ക് പകരം മറ്റു വാക്കുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഉപയോഗിക്കേണ്ടി വരും അല്ലേ? പിന്നെയോ ചില കൂട്ടിച്ചേർക്കലുകളും നമുക്ക് നടത്തേണ്ടി വരും. ടീച്ചർ ഇവിടെ വിപുലീകരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ജസ്റ്റ് ഒരു രൂപം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാർ ഇതിനേക്കാളും വിപുലീകരിച്ച് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ മറ്റൊരു ഗദ്യരൂപം എഴുതി തയ്യാറാക്കുമല്ലോ. ഇനി നമുക്ക് മറ്റൊരു കവിത പരിചയപ്പെട്ടാലോ. നമ്മുടെ പുസ്തകത്തിൽ പുതിയൊരു കവിത കൂടിയുണ്ട്, സൈക്കിൾ ചവിട്ടാൻ അല്ലേ? ഇവിടെ ചോദ്യമുണ്ട്, വട്ടത്തിൽ ചവിട്ടുമ്പോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ? വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും. എന്താണ്? സൈക്കിളാണ് അല്ലേ? വട്ടത്തിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ നീളത്തിൽ ഇങ്ങനെ പായുന്നത് ഏതാ? സൈക്കിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വരിയിൽ നിന്നും അങ്ങനെ ഒരു കടങ്കഥ അല്ലേ നമുക്ക് ഓർമ്മ വന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു കടങ്കഥ ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ എന്ന് അറിയാമല്ലോ. കറുത്ത പുതപ്പിനുള്ളിൽ വെളുത്ത അപ്പം, ചിലപ്പോൾ ചെറുത് ചിലപ്പോൾ വലുത്. എന്താണത്? ഉത്തരം പറയൂ. കിട്ടിയോ? ഉത്തരം ടീച്ചർ ഇപ്പോൾ പറയില്ല, നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അത് കിട്ടിയവർക്ക് മറ്റൊരു ചോദ്യം. കൈകളില്ലാതെ ആകാശത്ത് നടക്കും, കാലുകളില്ലാതെ ലോകം ചുറ്റും. ആരാണു ഞാൻ? ഉത്തരം പറയൂ. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂട്ടുകാർ തന്നെ കണ്ടെത്തണം. ഓക്കെ, കുട്ടി യാത്രക്ക് ഒരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കവിതയുടെ ഒരു സമ്മറി പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വായിച്ചു നോക്കിയാലോ. നീലക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് PP രാമചന്ദ്രൻ്റെ സൈക്കിളു ചവിട്ടാൻ എന്ന കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിളു ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ
സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. മൈക്കിളു ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിളു ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിളു ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അങ്ങു ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതകപ്പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നതാരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചന്ദ്രയാത്രക്ക് നിങ്ങളും തയ്യാറാണോ? എങ്കിൽ പുറപ്പെട്ടോളൂ. കൂട്ടുകാരെ, നിങ്ങളോടാണ്. നമുക്ക് പോയാലോ? കൂട്ടുകാരെ, എല്ലാവർക്കും ചന്ദ്രനിലോട്ട് യാത്ര പോകാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നല്ല രസമായിരിക്കും ചന്ദ്രനിലോട്ട് പോകുമ്പോൾ. ആകാശത്തൂടെ പറന്ന് നക്ഷത്രങ്ങൾക്കിടയിലൂടെ മേഘങ്ങൾക്കിടയിലൂടെ അല്ലേ ചന്ദ്രനിലെത്തുമ്പോൾ ചന്ദ്രൻ്റെ ആ പരുപരുത്ത പ്രതലത്തിൽ നമ്മൾ ഇറങ്ങും അല്ലേ. എന്നിട്ടോ അവിടെ നിന്ന് നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങളെയും സൂര്യനെയും എല്ലാം കാണും. നമ്മുടെ ഭൂമിയെ കാണാം അല്ലേ, ഒരുപാട് ഗ്രഹങ്ങളെ കാണാം, നക്ഷത്രങ്ങളെ കാണാം, പല കാര്യങ്ങളും നമുക്ക് കാണാം. കാണാത്ത കാഴ്ചകളെല്ലാം നമുക്കവിടെ കാണാം. എങ്കിൽ നമുക്ക് ഈ കുട്ടിയോടൊപ്പം സൈക്കിളിൽ യാത്ര തിരിച്ചാലോ? ഇതിനു മുമ്പ് ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. എന്താണ് ഈ രചനയുടെ പേര്? എന്താണ്? സൈക്കിളു ചവിട്ടാൻ അല്ലേ. അപ്പോൾ ആരാണത് എഴുതിയത്? പി രാമചന്ദ്രൻ. ആരാണ് കുട്ടിക്ക് സൈക്കിൾ നൽകിയത്? മൈക്കിളു ചേട്ടൻ. കുട്ടി എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടി പോകുന്നത്? ആകാശത്തിലൂടെ അല്ലേ, അല്ലെങ്കിൽ കൽപ്പികമായിട്ട് ആകാശത്തേക്ക് സൈക്കിൾ ചവിട്ടി പോവുകയാണ്. ഓക്കെ, കുട്ടിക്ക് ചന്ദ്രനിൽ എത്താൻ പറ്റിയോ? നോക്കിയാലോ. സൈക്കിൾ ചവിട്ടാൻ. മൈക്കിളു ചേട്ടാ സൈക്കിള് വേണം. എങ്ങട്ടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ, നാവുണ്ടോ ചേട്ടാ? ബ്രേക്കില്ല മോനെ, കാലുണ്ടോ ചേട്ടാ? ടയറില്ല മോനെ, ചിറകുണ്ടോ ചേട്ടാ? എന്നാലെടുത്തോ, പോയി വരാം ട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങമ്മ കയറി, അവിടൊന്നും ചവിട്ടി ആകാശം കയറി, അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്തേടെ പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനി എന്തു ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്താടാ പേര്? ചന്ദ്രനെന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിൾ ചവിട്ടാൻ. ഒന്നുകൂടെ ചൊല്ലിയാലോ. മൈക്കിളു ചേട്ടാ സൈക്കിളു വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. പെല്ലില്ല മോനെ, നാവുണ്ടോ ചേട്ടാ? ബ്രേക്കില്ല മോനെ, കാലുണ്ടോ ചേട്ടാ? ടയറില്ല മോനെ, ചിറകുണ്ടോ ചേട്ടാ? എന്നാലെടുത്തോ, പോയി വരാട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി, ആഞ്ഞുപൂതിച്ചപ്പോൾ തെങ്ങമ്മ കയറി, അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി, അവിടെ ഒരു മരത്തിൽ ഒരു പയ്യനിരിക്കുന്നു. എന്താടാ പയ്യൻ? പിടിവിട്ട് വീണു. പരിക്കെന്തു പറ്റി? കാലൊന്നുളുക്കി. ഇനിയെന്തു ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നോ? അങ്ങനെയാട്ടെ. എന്താടാ പേര്? ചന്ദ്രനെന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിൾ ചവിട്ടാൻ. പി രാമചന്ദ്രൻ എഴുതിയ സൈക്കിൾ ചവിട്ടാൻ എന്ന് പറയുന്ന കവിതയാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ. നല്ല രസകരമായ കവിത അല്ലേ. നമുക്കെല്ലാവർക്കും വളരെ ആസ്വദിച്ച് ചൊല്ലാൻ കഴിയുന്ന കവിതയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാവരും വ്യത്യസ്ത താളത്തിൽ ഈ കവിത മുഴുവനായിട്ട് ചൊല്ലാൻ ശ്രമിക്കണേ. ഇവിടെ നിങ്ങൾക്കൊരു പ്രവർത്തനമുണ്ട്. ഈ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കൂ. എന്താണ് ഇവിടെ പ്രത്യേകത? നമ്മൾ മുന്നേ പഠിച്ച കവിതയുടെ കിലുക്കം കണ്ടെത്താനാണ് അല്ലേ. ഈ കവിതയിലെ കിലുക്കം നമുക്ക് എങ്ങനെ കണ്ടെത്തും? വാക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം, ശബ്ദങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നോക്കൂ, ബെല്ലില്ല മോനെ അല്ലേ, ബ്രേക്കില്ല മോനെ, ടയറില്ല മോനെ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ആവർത്തനമുണ്ട് അല്ലേ. അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്, പിന്നെയോ ശബ്ദങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശബ്ദങ്ങളും അക്ഷരങ്ങളും ഒക്കെ ആവർത്തിക്കുന്ന മറ്റേതെങ്കിലും വരികൾ നിങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്താൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ. ഇത്തരത്തിൽ ആവർത്തിച്ച് വരുന്ന വരികൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള പ്രവർത്തനം. അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ കാണാം. സീ യു അഗെയിൻ.